ഉത്രാടം നാളിൻ്റെ അവസാനത്തെ 3 പാദങ്ങളും തിരുവോണവും അവിട്ടം നാളിൻ്റെ ആദ്യത്തെ 2 പാദങ്ങളും അടങ്ങിയിട്ടുള്ള മകരക്കൂറിൽ ജനിച്ചവരുടെ രാഹുകേതു മാറ്റ ഫലങ്ങളെ നോക്കാം. ഇതുവരെ അനുകൂല സ്ഥാനങ്ങളിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന രാഹുവും കേതുവും 2025 മെയ് 18-ാം തീയതി 2-8 ഭാവങ്ങളിലേക്ക് മാറുന്നത് അത്ര നല്ല ഫലങ്ങളെയല്ല മകരക്കൂറുകാർക്ക് നൽകാൻ പോകുന്നത്. രാഹു 2-ാം ഭാവത്തിലും കേതു 8-ാം ഭാവത്തിലും സഞ്ചരിക്കുന്നതിനാൽ ധനപരമായ കാര്യങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാകും. കടം വാങ്ങുന്നതും കൊടുക്കുന്നതും പരമാവധി ഒഴിവാക്കേണ്ട സമയമാണിത്. കുടുംബത്തിലുള്ളവരോടും പുതിയ ആളുകളോടും സംസാരിക്കുമ്പോൾ സംസാരത്തിൽ മിതത്വം പാലിക്കുന്നത് നല്ലതാണ്. 2-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹുവിനെ വ്യാഴം ദൃഷ്ടി ചെയ്യുന്നതിനാൽ ദോഷഫലങ്ങളിൽ കുറവുണ്ടാകും. അഷ്ടം രാശിയിൽ കേതു സഞ്ചരിക്കുന്നതിനാൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതും വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ അമിതവേഗം ഒഴിവാക്കുന്നതും നല്ലതാണ്. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകിയാൽ മാത്രമേ പരീക്ഷകളിൽ പ്രതീക്ഷിക്കുന്ന വിജയം നേടാൻ സാധിക്കുകയുള്ളൂ. പുതിയ തൊഴിലന്വേഷകർക്ക് യോഗ്യതയ്ക്ക് അനുയോജ്യമായ തൊഴിലവസരങ്ങൾ ലഭിക്കും. വിദേശത്ത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ ആഗ്രഹങ്ങൾ സഫലമാകും. വിദേശ സംബന്ധമായ തൊഴിലവസരങ്ങളും ലഭ്യമാകും. അതേസമയം സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് ജോലിക്കാരുടെ സഹകരണം കുറയുന്നത് പോലെയുള്ള പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുന്നതാണ്. സാമ്പത്തിക സ്ഥിതിയിൽ ഏറ്റയിറക്കങ്ങൾ ഉണ്ടാകുമെങ്കിലും എന്തിനേയും തരണം ചെയ്ത് വിജയം കൈവരിക്കാനുള്ള മനോധൈര്യം അധികരിക്കും. കലാകാരന്മാർക്ക് അവരുടെ കഴിവുകൾക്കനുസരിച്ച് അവസരങ്ങൾ ലഭിക്കും. പ്രകൃതിദത്തമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെ ആരോഗ്യ പ്രശ്നങ്ങളെ ഒഴിവാക്കാനും സാധിക്കും. മൊത്തത്തിൽ നോക്കുമ്പോൾ വരാൻ പോകുന്ന രാഹുകേതു മാറ്റം മകരക്കൂറുകാർക്ക് കുറച്ച് ദോഷഫലങ്ങളെ നൽകുമെങ്കിലും പരിഹാരങ്ങൾ ചെയ്യുന്നതിലൂടെ ദോഷഫലങ്ങളെ കുറയ്ക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മകരക്കൂറിൽ ജനിച്ചവരുടെ രാഹുകേതു മാറ്റ ഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കുംഭക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.